ഇറാനിൽ തുടരുന്ന സൈനിക നടപടികളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. നിലവിലെ സാഹചര്യം ശാന്തമാകണമെന്നും സംഘർഷം ലഘൂകരിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ആന്റണി ആൽബനീസ് വ്യക്തമാക്കി. യുഎഇയുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ പ്രതിരോധത്തിന് സഹായിക്കുന്നതിനായി ഓസ്ട്രേലിയ വിമാനങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ സഹായിക്കുന്നതിനായി നാവികസേനാ കപ്പലുകൾ അയക്കില്ലെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ കരയുദ്ധത്തിനുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ തുടരുന്നതിനിടെ ഇറാന്റെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി. മണിക്കൂറുകൾക്ക് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഇറാന്റെ ആക്രമണ ഭീഷണി മുൻനിർത്തി പശ്ചിമേഷ്യയിലെ യുഎസ് യൂണിവേഴ്സിറ്റികൾ പലതും പഠനം ഓൺലൈനിലേക്ക് മാറ്റി. ഖാർഗ് ദ്വീപിൽ ആഴ്ചകൾ നീളുന്ന അധിനിവേശം ഉൾപ്പെടെ എല്ലാ സാധ്യതകളും അമേരിക്ക പരിഗണിക്കുന്നതായാണ് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും തീപ്പൊരി പടരുമ്പോൾ ഒരു ചോദ്യം ലോകത്തെ മുഴുവൻ ഉണർത്തുകയാണ്. ഒരു രാജ്യം എത്രത്തോളം സഹിക്കണം? എപ്പോൾ അതിന്റെ അതിരുകൾ കടക്കണം? വർഷങ്ങളോളം ഉപരോധങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും നേരിട്ടിട്ടും തലകുനിയാതെ നിന്ന ഇറാൻ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിന് മുന്നിലാണ്. ആണവായുധങ്ങൾ ഹറാം എന്ന മതവിശ്വാസത്തിൽ ഉറച്ചുനിന്ന ഒരു രാഷ്ട്രം ഇന്ന് അതേ ലോകം തന്നെ തള്ളിയിടുന്ന ഒരു പുതിയ യാഥാർത്ഥ്യത്തെ നേരിടുകയാണ്. ഇതൊരു സാധാരണ യുദ്ധക്കഥയല്ല. ഇത് സമ്മർദ്ദവും പ്രതിരോധവും വിശ്വാസവും അധികാരവും തമ്മിലുള്ള ഭീമമായ ഏറ്റുമുട്ടലിന്റെ കഥയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ മാറ്റം സൈനികമല്ല, രാഷ്ട്രീയമാണ്. ഇറാനിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ആണവായുധ വിരുദ്ധ നിലപാട് ഇപ്പോൾ തുറന്നുവെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാജ്യത്തിനകത്തെ ശക്തമായ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് വിപ്ലവ ഗാർഡുകൾക്ക് സമീപമുള്ള വൃത്തങ്ങൾ ഇപ്പോൾ ആണവായുധങ്ങൾ ദേശീയ സുരക്ഷയ്ക്കായി അനിവാര്യമാണെന്ന് തുറന്നു പറയുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. തുടർച്ചയായ ആക്രമണങ്ങളും നേതൃത്വ നഷ്ടങ്ങളും ഈ ചിന്താഗതിയെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശവും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ സ്വയം സംരക്ഷണത്തിനായി ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ തേടുന്നത് സ്വാഭാവികമാണ്. ആണവായുധങ്ങൾ ഇവിടെയൊരു ആക്രമണ ഉപകരണം മാത്രമല്ല, മറിച്ച് അവസാന പ്രതിരോധ ഇൻഷുറൻസ് എന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് നയിച്ച അമേരിക്കൻ തന്ത്രങ്ങൾക്കും ഈ അവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ആണവ കരാറുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനു പകരം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചില സാഹചര്യങ്ങളിൽ ഭരണമാറ്റ സൂചനകൾ നൽകുകയും ചെയ്തതോടെ ഇറാന്റെ സുരക്ഷാ ആശങ്കകൾ കൂടുതൽ വഷളായി. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഭരണാധികാരവും തന്നെ ഭീഷണിയിലാണെന്ന് തോന്നുമ്പോൾ അത് കൂടുതൽ കടുത്ത പ്രതിരോധ നിലപാടുകളിലേക്ക് നീങ്ങുന്നത് ചരിത്രത്തിൽ പലവട്ടം കണ്ടതാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അതിലും ഗുരുതരമാണ്. ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമാകുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും അതേ പാത പിന്തുടരാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ മൾട്ടി ന്യൂക്ലിയർ മിഡിൽ ഈസ്റ്റ് എന്ന അതീവ അപകടകരമായ അവസ്ഥ രൂപപ്പെടാം എന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ആണവ നിയന്ത്രണ സംവിധാനങ്ങൾ ഇതിനാൽ തകർന്നു പോകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ മുഴുവൻ സംഭവ വികാസങ്ങളിലും ഒരു വലിയ വിരോധാഭാസം നിലനിൽക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി തടയാനായി ആരംഭിച്ച യുദ്ധം ഒടുവിൽ അതിനെ കൂടുതൽ വേഗത്തിലാക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്. സുരക്ഷയ്ക്കായി ആരംഭിച്ച ആക്രമണങ്ങൾ തന്നെ കൂടുതൽ അസുരക്ഷിതമായ ലോകത്തെ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ യുദ്ധവും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ചേർന്നുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ആ നിർണായക രേഖ കടക്കാനുള്ള സാധ്യതയെ മുൻകാലത്തേക്കാൾ ഏറെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ്. ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാന്റെ ഓരോ നീക്കവും ഭാവിയിലെ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ നിർണ്ണയിക്കാൻ ശേഷിയുള്ളതാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.